ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ഫിസിക്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം. അപ്പോൾ ഈ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ജലത്തിൻ്റെ തിളനില ഡേഷ് ആണ്. എത്രയാണ്? 100 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ അവിടെ 100 ഡിഗ്രി എന്നാണ് എഴുതേണ്ടത്. 2, മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈക്വൽ ടു മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ പ്ലസ് താപം. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? തന്നിട്ടുള്ള ഓപ്ഷൻസ് താപമോചക രാസപ്രവർത്തനം, താപശോഷക രാസപ്രവർത്തനം, പ്രകാശ രാസപ്രവർത്തനം. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? ഇതിൽ ഏതാണ്? ഇത് താപമോചക രാസപ്രവർത്തനമാണ്. ഓക്കെ, കാരണം താപം അവിടെ അവസാനം ലഭിക്കുന്നുണ്ട് നമുക്ക്. ഇനി 3, പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥിരമായ മാറ്റങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? രാസമാറ്റം എന്ന് വിളിക്കുന്നു. 4, റബ്ബർ എന്ന പോളിമറിൻ്റെ മോണോമർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മോണോമർ ഏതാണ്? ഐസോപ്രീൻ എന്നാണ്. ഐസോപ്രീൻ നമ്മൾ മോണോമറൊക്കെ പഠിച്ചു വെക്കണം. 5, ചില മരുന്ന് കുപ്പികളിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിരിക്കുന്നു. ഈ കുപ്പികളിലെ പദാർത്ഥം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായനി, ക്ലോറൈഡ്, സസ്പെൻഷൻ. ഏതാണ്? സസ്പെൻഷൻ എന്ന വിഭാഗത്തിലാണിത് പെടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, പട്ടിക പൂർത്തിയാക്കുക എന്ന പ്രവർത്തനമാണ് തന്നിട്ടുള്ളത്. മൂലകം, പ്രതീകം, നാമകരണത്തിൻ്റെ അടിസ്ഥാനം. ജർമേനിയം, അതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് GE എന്നാണ്. ഇത് നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഇത് ഒരു കൺട്രിയുടെ പേരിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ രാജ്യം എന്ന് എഴുതി കൊടുക്കണം. ഇനി ബി എന്ന് പറയുന്നത് മൂലകം തന്നിട്ടുള്ള പ്രതീകം എന്ന് പറയുന്നത് CU ആണ്. അത് ഏതിൻ്റെ പ്രതീകമാണ്? കോപ്പർ ആണ് അല്ലേ. കോപ്പർ അഥവാ ചെമ്പാണ്. ഒന്നെങ്കിൽ കോപ്പർ എഴുതാം, അല്ലെങ്കിൽ ചെമ്പ് എന്ന് എഴുതാം. അതിൻ്റെ നാമകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വേർഡ് വന്നിട്ടുള്ളത് ലാറ്റിൻ നാമത്തിൽ നിന്നാണ്. ഇനി 7ാമത്തെയാണ് ലോഹങ്ങളുടെ സവിശേഷതകളാണ് മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും. ഓക്കെ, ഇനി മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഈ സവിശേഷതയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയെ നമ്മൾ ഡക്റ്റിലിറ്റി എന്നും പറയുന്നു. ഇനി ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? സ്വർണ്ണമാണല്ലേ. ഇനി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം എന്ന് പറയുന്നത് പ്ലാറ്റിനമാണ്. 8ാമത്തെ ചോദ്യം, താപം ആഗിരണം ചെയ്യുമ്പോൾ പദാർത്ഥങ്ങളിലെ കണികകളുടെ താഴെ പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റം സംഭവിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? കൂടുകയാണോ കുറയാണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. കണികകളുടെ ഊർജം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അവിടുത്തെ കണികകളുടെ ഊർജത്തിൽ എന്താ സംഭവിക്കുക? അവിടെ വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൂടുന്നു എന്ന് എഴുതണം. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയാണ്? ഇപ്പോൾ ഐസാണ് നമ്മൾ എടുത്തത്, എന്നിട്ട് അത് തിളപ്പിച്ചു. അപ്പോൾ ഐസ് ആയിരിക്കുമ്പോൾ അവിടെ ആകർഷണ ബലം കൂടുതലായിരിക്കും. ഐസ് വെള്ളമായി അത് നീരാവിയായി പോകുമ്പോൾ അവിടെ ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറയുന്നു എന്ന് ഉത്തരം വരും. ഇനി കണികകൾ തമ്മിലുള്ള അകലം എന്താണ്? അകലം കൂടുന്നു. അതുപോലെ കണികകളുടെ ചലനം, വെള്ളം തിളക്കും തോറും ആവി ഇങ്ങനെ പെട്ടെന്ന് വരും. അഥവാ അതിൻ്റെ കണികകളുടെ ചലനം എന്ന് പറയുന്നത് വളരെ വേഗത്തിലാവും. അപ്പോൾ 1ാമത്തേത് കൂടുന്നു, 2 കുറയുന്നു, 3 കൂടുന്നു, 4 കൂടുന്നു. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കുട്ടി വ്യത്യസ്തങ്ങളായ 2 സ്രോതസ്സിൽ നിന്ന് ശേഖരിച്ച ജലസാമ്പിളിലേക്ക് സോപ്പ് ലായനി ചേർത്തപ്പോൾ ലഭിച്ച നിരീക്ഷണങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ സാമ്പിൾ 1, സ്രോതസ് 1ലെ ജലം. നിരീക്ഷണം എന്താണ്? നന്നായി പതയുന്നില്ല എന്നുള്ളതാണ്. ഇനി സ്രോതസ് 2ലെ വെള്ളമോ? ആ ജലത്തിലും നന്നായി ഒന്നാമത്തേത് നന്നായി പതയുന്നു, 2ാമത്തേത് നന്നായി പതയുന്നില്ല. ഓക്കെ, ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ ഏത് സ്രോതസ്സിലാണ് കഠിന ജലം? ഏതിലാണ്? 2ാമത്തേതിലാണ്. ഓക്കെ, അഥവാ നമ്മൾ സോപ്പും പൊടി ഇട്ട് കഴിഞ്ഞാൽ നോർമൽ വെള്ളമാണെങ്കിൽ അത് പെട്ടെന്ന് പതയും, കഠിന ജലമാണെങ്കിൽ അത് പതയില്ല. ഓക്കെ, അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം
സ്രോതസ് 2ലെയാണ് കഠിനജലം എന്ന് പറയുന്നത്. ഇനി കഠിനജലത്തിന് കാരണമായ ലവണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? കാൽസ്യവും മെഗ്നീഷ്യവുമാണ്. കാൽസ്യം, മെഗ്നീഷ്യം. 10 തെർമോപ്ലാസ്റ്റിക്, തെർമോസൈറ്റിൻ പ്ലാസ്റ്റിക്, ഇവ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളെ കുറിച്ചിട്ട്. ഇവയിൽ ഏതാണ് പുനഃചംക്രമണം നടത്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത്? ഏത് പ്ലാസ്റ്റിക്കിനായിരുന്നു? തെർമോ പ്ലാസ്റ്റിക്കാണ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി തെർമോസൈറ്റിൻ പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ബേക്കലൈറ്റ്. എന്താണ്? ബേക്കലൈറ്റ്. ഇനി 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 11ാമത്തേത് പട്ടിക പൂർത്തിയാക്കുക എന്ന പ്രവർത്തനമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പട്ടികയിൽ മിശ്രിതം, സന്ദർഭം, വേർതിരിക്കുന്ന രീതി, വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗുണം, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. 1. ജലവും അസ്റ്റോണും ചേർന്ന മിശ്രിതം. ഇതെങ്ങനെയാണ് നമ്മൾ വേർതിരിക്കാൻ കഴിയുന്നത്? സ്വേദനം അഥവാ ഡെസ്റ്റിലേഷൻ വഴിയാണ്. അപ്പോൾ അവിടെ ഈ 2ാമത്തേതാണ് ശരിയായത്. ഇനി അതിന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഏതാണ്? ഘടകങ്ങളുടെ തിളനിലയിലെ വലിയ വ്യത്യാസം തന്നെയാണ്. ഇനി പെട്രോളും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം, അതെങ്ങനെയാണ്? നമുക്ക് ആംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റും. ഇനി വേർതിരിക്കുമ്പോഴോ അത് ഘടകങ്ങളുടെ തിളനിലയിൽ ചെറിയ വ്യത്യാസം നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ ഗുണമായിട്ട് ലഭിക്കും. ഇനി രക്തത്തിലെ കോശങ്ങളെ വേർതിരിക്കാൻ അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡെൻട്രിഫ്യൂക്കേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗുണം എന്ന് പറയുന്നതോ ഘടകങ്ങളുടെ ഭാരവ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യമാണ്. കറിയുപ്പിൻ്റെ രാസസൂത്രമാണ് NaCl. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NaCl എന്നിവ ഏത് മൂലകങ്ങളുടെ പ്രതീകങ്ങളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ ഓരോന്നായിട്ട് നമ്മൾ എടുത്തെഴുതി അത് ഏതിൻ്റെ പ്രതീകമാണെന്ന് എഴുതണം. Na എന്ന് പറയുന്നത് എന്താണ്? സോഡിയമാണ്. Cl എന്ന് പറയുന്നത് ക്ലോറിനാണ്. ഇനി അടുത്തത് 5H2SO4ൽ അടങ്ങിയിരിക്കുന്ന ആകെ തന്മാത്രകളുടെ എണ്ണവും ആറ്റങ്ങളുടെ എണ്ണവും കണക്കാക്കുക. ഇവിടെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഈ രാസവാക്യത്തിൻ്റെ ഫസ്റ്റ് കിടക്കുന്ന നമ്പറാണ്. അഥവാ തന്മാത്ര എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അഥവാ 5H2 ആണ് അല്ലേ. അപ്പോൾ അവിടെ 5 ആണ് തന്മാത്ര എന്ന് പറയുന്നത്. ഇനി ആറ്റം കണ്ടുപിടിക്കണം. ആറ്റം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ H2 ആണല്ലേ. ഈ 2നെ നമ്മൾ 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ 5 × 2 എന്ന് പറയുന്നത് 10 കിട്ടും. പിന്നെ അടുത്ത മൂലകം S ആണ്. ഈ Sനും ഈ 5 ബാധകമാണ്. അപ്പോൾ S × 1 എത്രയാണ് കിട്ടുക? 5 × 1 5 കിട്ടും. അപ്പോൾ നമുക്ക് 10ഉം 5 ആയി 15 ആയി അല്ലേ. ഇനി O4 ആണുള്ളത്. അതും നമ്മൾ ചെയ്യേണ്ടത് 5 × 4 ചെയ്യണം. അങ്ങനെ മൊത്തം നമുക്കത് കൂട്ടി നോക്കുമ്പോൾ 35 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 35 ആറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. 35 ആറ്റമാണ് ഉള്ളത്. ഓക്കെ, ഇനി സിൽവർ ബ്രോമൈഡിൽ മുക്കിയ 2 പഞ്ഞി കഷ്ണങ്ങളിൽ ഒന്ന് വെയിലത്തും മറ്റേത് കറുത്ത തുണിയിലും പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നിരീക്ഷണം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായിരിക്കും അങ്ങനെ പൊതിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്? കറുത്ത തുണിയിൽ പൊതിഞ്ഞ പഞ്ഞിക്ക് മാറ്റമില്ല, മറ്റുള്ളവയുടെ നിറം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിലെ B ക്വസ്റ്റ്യൻ രാസമാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം ഏത്? ഇങ്ങനെ രാസമാറ്റം സംഭവിക്കാൻ കാരണമായത് എന്താണ്? പ്രകാശ ഊർജം തന്നെയാണ് അല്ലേ. കറുത്തതിൽ പൊതിഞ്ഞു, അതുപോലെ തന്നെ മറ്റേത് വെയിലത്തും വെച്ചപ്പോൾ അവിടെ പ്രകാശ ഊർജത്തിൻ്റെ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇനി ഇത്തരം രാസമാറ്റങ്ങളുടെ പൊതുവായ പേരെന്ത്? എന്താണ്? ഫോട്ടോ കെമിക്കൽ പ്രതിപ്രവർത്തനം. ഓക്കെ, ഫോട്ടോ കെമിക്കൽ പ്രതിപ്രവർത്തനം അഥവാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മൾ പറയും. ഇനി 13 ചില ലായനികൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവിടെ ലീനവും ലായകവും ഖരമായ ലായനി ഏതാണ്? ഫസ്റ്റത്തെയാണ്, പ്രാസാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തിലെ ലീനവും ലായകവും ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ലീനം എന്ന് പറയുന്നത് ആൽക്കഹോളും ലായകം എന്ന് പറയുന്നത് ജലവുമാണ്. ഓക്കെ, സി ലീനം വാതകമായ ലായനി. ലീനം വാതകമായ ലായനി ഏതാണ്? സോഡാവെള്ളമാണ് അവിടെ ലീനം വാതകമായിട്ട് ഉള്ളത്. ഇനി അവസാനത്തെ ചോദ്യം, ഇരുമ്പ് വളരെ വേഗം നാശനം സംഭവിക്കുന്ന ലോഹമാണ്. നമുക്കറിയാവുന്നതാണല്ലേ.
ഇരുമ്പ് തുരുമ്പിക്കുന്നത് വേഗത്തിലാക്കുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. ഒന്ന് വായുവിൻ്റെ സാന്നിധ്യത്തിൽ, മറ്റേത് ജലത്തിൻ്റെ സാന്നിധ്യത്തിലും പെട്ടെന്ന് തന്നെ ഇരുമ്പ് തുരുമ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് സമുദ്രപ്രദേശങ്ങളിൽ ഇരുമ്പാണിക്ക് പകരം കോപ്പർ ആണികളാണ് ഉപയോഗിക്കുന്നത്. കാരണം തീരപ്രദേശത്തെ ഉപ്പ് രസമുള്ള അന്തരീക്ഷത്തിൽ ഇരുമ്പ് ആണികൾ ചെമ്പ് ആണിയേക്കാൾ വേഗത്തിൽ തുരുമ്പെടുക്കും. അവിടെ ഉപ്പ് രസമുള്ള അന്തരീക്ഷമാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുമ്പ് ആണികൾ ചെമ്പ് ആണിയേക്കാൾ തുരുമ്പിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഇനി ഇരുമ്പിൻ്റെ നാശനം തടയുന്നതിനുള്ള ഏതെങ്കിലും ഒരു മാർഗം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതാം? പെയിൻറ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്കിത് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ സിമ്പിളാണ്. കൂട്ടുകാരെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പരീക്ഷ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. പക്ഷെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിനനുസരിച്ച് ഓരോ ആൻസേഴ്സും നിങ്ങൾ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.